ഹലോ അപ്പോൾ ഇന്നലെ വീഡിയോ ഇറക്കിയതിന് ശേഷം ശരിക്കും എയറിലാണ് 1000-ലധികം കമൻസും ഒരുപാട് വ്യൂസും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ആക്ച്വലി കുറച്ച് ഗൗരവത്തിൽ സംസാരിക്കണം എന്ന് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ ചില കമൻസിന് റിയാക്ഷൻസ് ആയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. സോ ദാറ്റ് ഈ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് കൺവേ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മോട്ടീവ്. ആദ്യം എനിക്ക് നോട്ടീസ് ചെയ്തൊരു കമൻറ്റ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു, ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ചെയ്തു, സ്കൂളിൽ നിന്ന് മിസ്സ് പറഞ്ഞതൊന്നൊക്കെ ചെയ്തു, 7 ദിവസം ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചു, ഓൺലൈൻ ക്ലാസ് കണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കി, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്തു. ഞങ്ങളോട് പറഞ്ഞത് ഇതൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് മോഡൽ എക്സാമെങ്കിലും ഒന്ന് ടഫാക്കാമായിരുന്നു, A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയിട്ട് ഇപ്പോൾ പാസ്സായാൽ മതി എന്ന അവസ്ഥയിലാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ വിദ്യാഭ്യാസ വകുപ്പ് കൺസിഡർ ചെയ്യുമോ? അടുത്ത പരീക്ഷ എഴുതാനുള്ള കോൺഫിഡൻസ് ഒക്കെ അങ്ങ് പോയിരിക്കുന്നു. അപ്പോൾ ഞാനെന്തും പറഞ്ഞില്ല എന്നുള്ളതൊന്നും വിദ്യാഭ്യാസ വകുപ്പ് കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളെ കൺസിഡർ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് വളരെ വാലിഡാണ്. ഒരുപാട് ആൾക്കാർ പറയാൻ ശ്രമിച്ചൊരു പോയിന്റ്, മോഡൽ എക്സാമിന് ഇത് കുറച്ചുകൂടി ടഫാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. മോഡൽ എക്സാമിന് ഇത് കുറച്ച് ടഫാക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇറ്റ്സ് എ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈം. ഫ്രാങ്ക്ലി ഞാൻ നിങ്ങളുടെ കഴിവിനെ കുറച്ച് കാണല്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഓക്കെ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വികാരം, നിങ്ങളൊരിക്കലും ബ്ലെയിം ചെയ്യാനല്ല ഞാൻ ഒരിക്കലും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചില്ല. ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ബ്ലെയിമിങ് സ്റ്റുഡൻസ്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താണോ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ സിസ്റ്റം പ്രശ്നമാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും മക്കളെ, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഗവൺമെൻറ് നല്ല മോഡറേഷൻ നൽകും, നല്ല മാർക്ക് കിട്ടും. പക്ഷേ ആ മാർക്കിന് പുല്ല് വിലയേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, മാർക്കിന് പുല്ല് വില ഉണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും മാർക്ക് കിട്ടും. ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. ഇനി ടഫായി എല്ലാവർക്കും മാർക്ക് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡ്മിഷനും ആ ഒരു കമ്പാരിസണിൽ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷനൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെ എവിടെ ബാധിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 12th കൂടി കഴിയണം. അപ്പോൾ നിങ്ങൾ പറയും അന്ന് ആ സാറ് പറഞ്ഞത് എന്തായിരുന്നു, അത് ശരിയായിരുന്നു എന്നുള്ളത് പറയും. ഇപ്പം നിങ്ങളുടെ വികാരം മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ നല്ല കണ്ണുപൊട്ടുന്ന ചീത്ത വിളിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ് നിങ്ങളുടെ വികാരം. പക്ഷെ ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ യു വിൽ ഗോ ടു എ ബിഗർ ഹാർട്ട് ബ്രേക്ക്. ഇതാണ് ബേസിക്കലി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അടുത്തൊരു കമന്റിനോട് ഞാൻ കൂട്ടി പറയാം. ഇഫ് യു ആർ സേയിങ് ദാറ്റ് സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ഫോക്കസ്ഡ് ഓൺ NCERT ക്വസ്റ്റ്യൻസ് അതർ ദാൻ PYQs, ഐ എം ആസ്കിങ് you why they have to. They don't have to actually, because currently the syllabus of Kerala +1 +2 has become PYQs. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള യാഥാർത്ഥ്യം. നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക്, ഇന്നലെ ഒരാളുടെ കമന്റ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. NCERT ടെക്സ്റ്റ് ബുക്കോ? അങ്ങനെ ഒരു സംഭവമില്ല. SCERT ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ചട്ടം മാറ്റി SCERT പ്രിന്റ് ചെയ്ത് ഇറക്കുന്ന സംഭവമാണ് SCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇത് രണ്ടും സെയിം സംഭവമാണ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ പഠിക്കാനുള്ള കാര്യം പഠിക്കണ്ട എന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് വലിയൊരു വഞ്ചനയാണ് ചെയ്യുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. പല ആൾക്കാരും ടീച്ചേഴ്സിനെ അനുകൂലിച്ച് കമൻ്റ് ഇടുന്നൊക്കെ ഞാൻ കണ്ടു. ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ നിങ്ങളോട് സ്നേഹം ഉണ്ടാകും. പക്ഷേ അവർക്കാർക്കും ദീർഘവീക്ഷണമില്ല. ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് ഈ +1 +2 മാർക്ക് കിട്ടും, മേ ബി മാർക്ക് കിട്ടും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അബറേഷനാണ് നമുക്ക് വിചാരിക്കുക. ഇതിനെതിരെ വലിയ നിങ്ങളുടെ എല്ലാവരും V1 ജസ്റ്റിസ് മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ ഫ്രീ ആയിട്ട് തരും, യാതൊരു സംശയവും വേണ്ട. നിങ്ങളെല്ലാവരും പാസ്സാവും, ഇത് മൂലം ആരും തോൽക്കൊന്നുമില്ല. പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, അല്ലേ? IIT പോകണമെന്നുണ്ടെങ്കിൽ JEE എഴുതണം, മെഡിസിന് പോകണമെന്നുണ്ടെങ്കിൽ NEET എഴുതണം, അല്ല എന്നുണ്ടെങ്കിൽ ഈവൺ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ CUT എഴുതണം. ഇവിടെ നിങ്ങൾ പോയി എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് എന്താണ്? ഇത് NCERT സിലബസ്, അല്ലെങ്കിൽ നിങ്ങൾ SCERT വിളിച്ചോളൂ, ഈ SCERT സിലബസ് ആണ് 11th 12th. ഈ കാര്യം നമ്മൾ പഠിക്കാതെ പോയിട്ട് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ തൊടാൻ സാധിക്കില്ല. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് കണ്ടു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും JEEക്ക് ആൻഡ് എൻട്രൻസിന് എയിം ചെയ്യുന്നില്ല. ഒരുപാട് പേർക്ക് ഏതെങ്കിലും ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ മാർക്കാണ് നോക്കുന്നത്. മാർക്ക് കുറയാണെങ്കിൽ എല്ലാവർക്കും കുറഞ്ഞു, മാർക്ക് കൂടുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി. അല്ലാതെ എല്ലാവർക്കും മാർക്ക് കൂടിയിട്ട് ഇപ്പോൾ 97% ആൾക്ക് ആവശ്യമുള്ള സീറ്റ് കിട്ടാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലുള്ളത്. മാർക്ക് കുറെ കൂടിയിട്ട് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് കുറഞ്ഞു, എല്ലാവർക്കും 90 അല്ലെങ്കിൽ 91 കൂടുതൽ പഠിച്ച ആൾക്ക് ബെറ്റർ അഡ്മിഷൻ കിട്ടും. അത്രയല്ലേ ഉള്ളൂ. കുറച്ചുകൂടി മെറിറ്റ് ബേസ്ഡ് ആവും, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി JEE മാത്രമല്ല എൻട്രൻസ്, നിങ്ങൾ CUT എൻട്രൻസ് എടുത്ത് നോക്കുക. കേരള യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കേരള സിലബസുകാർ 4-1 കുറഞ്ഞു. പത്രവാർത്തയാണ്. എന്താ സംഭവിച്ചത്?
എന്താ സംഭവിച്ചത്? കേരളത്തിലെ കുട്ടികൾ NCERT ബേസ് ചെയ്തിട്ട് പഠിച്ചിട്ടില്ല. CUT അവർക്ക് എഴുതിയിട്ട് അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല. JEE എഴുതി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കില്ല. JEE പരീക്ഷയിൽ 16,684 ആളുകളിൽ 181 മലയാളികൾ മാത്രമാണ് ഉള്ളത്. എന്താ പറ്റിയത്? JEE എഴുതി നമ്മുടെ കുട്ടികൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്കില്ല. നിങ്ങളിൽ പല ആൾക്കാരും ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് 1,28,000 ആളുകൾക്ക് കോവിഡ് ബാച്ചിൽ A+ കിട്ടി. 1,28,000 ആളുകൾക്ക്. കഴിഞ്ഞ വർഷം 68,000 ആളുകൾക്ക് A+ കിട്ടി. ഈ A+കാരൊക്കെ എവിടെ പോകുന്നു? ഇവരിൽ എത്ര ആൾക്കാർ IIT എത്തുന്നുണ്ട്? എത്ര ആൾക്കാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുണ്ട്? ഇവരിൽ എത്ര ആൾക്കാർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു കണക്ക് നമ്മൾ എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഈ കാര്യം പറയുന്നത് എന്തിനാ? നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇനിയും അടുത്ത വർഷം പേപ്പർ ഈസി ആയിരിക്കും. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒന്നും ചിലപ്പോൾ പഠിപ്പിക്കൂല. യൂട്യൂബ് ക്ലാസ്സസിൽ ഇതൊന്നും വരില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ അത് മാത്രം നോക്കിപ്പോയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നഷ്ടം വരും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്നുള്ളത്. നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടം വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടം വേണോ വേണ്ടേ എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? നിങ്ങളാണ്. അവിടെ പിന്നെ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, മറ്റ് ക്ലാസ്സസിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, ട്യൂഷനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ മാത്രമേ ബ്ലെയിം ചെയ്യാനുണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ഇതാണ് എസെൻഷ്യലി ഇതിലെ പോയിന്റ് എന്നുള്ളത്. ഓക്കെ, സ്കൂൾസ് മിനിമലിസ് ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന യൂട്യൂബ് ലാസ്റ്റ് ഡേ മാരത്തൺ ക്ലാസ്സസ് മിനിമലിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും മിനിമത്തിൽ എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാം, അത് നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ പോയി മാർക്ക് വാങ്ങിക്കോളൂ, യാതൊരു സംശയമില്ല. പക്ഷെ അത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ വലിയൊരു ദുരന്തത്തിലോട്ടാണ് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഏതൊരു കമന്റിൽ ഞാൻ കണ്ടു, JEE അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചേട്ടന് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. JEE അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈവൻ JEE മെയിൻ ലെവൽ ക്വസ്റ്റ്യൻ പറഞ്ഞല്ല. അതാ ഞാൻ തന്നെ കാണിച്ചത്. NCERT ഡയറക്റ്റ് ലിഫ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, JEE എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ സംഭവമാണ്. അതിനൊന്നും നമുക്ക് ഇതിനോട് കമ്പയർ ചെയ്യാൻ പോലും പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ, എക്സാം എല്ലാവരും ടഫായി എന്ന് പറയുമ്പോൾ NCERT പേജിൻ്റെ പേജ് മാത്രം ഫോട്ടോ എടുത്ത് തെളിവ് കാണിക്കുന്നുള്ളൂ. ശരി, സമ്മതിച്ചല്ലോ, വലിയ കാര്യം. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും എരിയുന്ന തീയിൽ മണ്ണെണ്ണ ഒഴിക്കരുത്. ഇയാൾ NCERT ഫ്രീ ആയി ഫുൾ ക്വസ്റ്റ്യൻ ചെയ്തു തരുമോ? കുന്തം തരും. രാവും പകലും എന്നല്ലാതെ ഫ്രീ ആയി പഠിപ്പിച്ചു തരുന്ന ഞങ്ങളുടെ അധ്യാപകരെ കുറ്റം പറയാൻ ഇദ്ദേഹം വളർന്നിട്ടില്ല. ഞങ്ങൾക്ക് NCERT ഫുൾ സോൾവ് ചെയ്തു തരുമോ? ഫ്രീ ആയി പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. യോജിക്കുന്നവർ ലൈക്കടി. ഇതേപോലത്തെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. താൻ എന്താണ് ചെയ്യുന്നത്? തനിക്ക് ഇതൊക്കെ പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഓക്കെ, നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ നന്നായി, എനിക്ക് അവരോടൊക്കെ വലിയ ബഹുമാനവും റെസ്പെക്റ്റും തന്നെ ഉള്ളത്. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്സ് ഉണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് മാത്രം പോരാന്നുള്ളത് മാത്രമാണ് എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്താ NCERT ക്ലാസ് എടുത്ത് തരാത്തത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ NCERT ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ നമുക്കൊരു ചാലഞ്ചായി വെക്കാം, ഞാൻ NCERT ക്ലാസ് എടുക്കാം, നിങ്ങൾ വന്നിരിക്കോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ആരും വന്നിരിക്കുന്നുള്ളത്. അപ്പോൾ മിനിമലിസാണ് വേണ്ടത്. കാരണം ഈ എക്സാം അല്ലെങ്കിൽ അടുത്തൊരു എക്സാം ഇതേപോലത്തെ ഒരു മോഡിലോട്ട് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇതിന് ഫിക്സ് ചെയ്യുക എന്നുള്ളത് റൂട്ട് കോസ് ലെവലിൽ ഫിക്സ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരിട്ട് ഒരു എൻട്രൻസ് കോച്ചിങ് തുടങ്ങാതെ ഞങ്ങൾ ഒരു 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ള കുട്ടികൾക്ക് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നൽകി സയൻസും മാത്സും പഠിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിനുവേണ്ടി IIT ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടേഴ്സിനൊക്കെ ഒരു ടീമിനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അത് ചെയ്യുന്നു. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഫിക്സ് ചെയ്താലേ മേലെത്തും തോറും കുട്ടികൾ ബെറ്റർ ആയിട്ട് വരുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 2000-ലധികം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി അത് ഫിക്സ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ വന്ന വളരെ രസകരമായിട്ടുള്ള മറ്റൊരു കമൻറ്റ്, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിപ്പിക്കാറ്, കുറച്ചേ പഠിപ്പിക്കാറുള്ളൂ. കുറച്ച് ടഫുള്ളത് സംശയം ചോദിച്ചാൽ പറയും അതൊന്നും പഠിക്കേണ്ട, നിങ്ങൾക്ക് വരില്ല എന്ന്. ഓക്കെ, കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് എക്സാം എഴുതിയത്. അപ്പോൾ ടഫായത് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ എന്തായാലും അർത്ഥം നിങ്ങൾക്ക് കൺസെപ്റ്റ് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പഠിപ്പിച്ച കൺസെപ്റ്റ് മനസ്സിലാക്കി. പിന്നെ CBSE കുട്ടികൾ ഒരുപാട് പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കുന്നത്, അവരെ പോലെ ഫീസ് കൊടുത്ത് പഠിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവില്ല. ഞാൻ CBSE സ്കൂളല്ല പഠിച്ചത്, ഞാൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. ഞാൻ കോട്ടക്കൽ എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ആളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിച്ച അധ്യാപകർ ഇപ്പോൾ CBSE-കാർ ഫീ കൊടുത്ത് പഠിപ്പിക്കുന്നു. പക്ഷേ CBSE സ്കൂളിലെ ടീച്ചേഴ്സിന് ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അത്ര സാലറി ഒന്നുമില്ല. ആർക്കാ സാലറി കൂടുതൽ? ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് മേ ബി 3 or 4 ടൈംസ് ഏൺ ചെയ്യുന്നുണ്ടാവും.
ഓക്കെ, കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, അദ്ദേഹം ഇന്നൊരു ഗവൺമെന്റ് ഒരു എയ്ഡഡ് സ്കൂൾ പ്രിൻസിപ്പളാണ്. വളരെ സന്തോഷത്തിൽ അദ്ദേഹം വോയിസ് ഇട്ടു, ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ച് ആ കാര്യങ്ങളാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ഒരുപാട് അധ്യാപകർ എന്തായാലും മെസ്സേജ് അയച്ചു, നിങ്ങൾക്കറിയോ, ഒരുപാട് അധ്യാപകർ മെസ്സേജ് അയച്ചു, ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ വേറൊരു വലിയ കൂട്ടം അധ്യാപകർ മിനിമലിസത്തിലാണ്. ഈ മിനിമലിസം വെച്ചിട്ടാണ് അവരിങ്ങനെ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ വലിയ ദീർഘവീക്ഷണമൊന്നുമില്ല. മേ ബി ഈ കാര്യങ്ങൾ കുട്ടികളൊന്ന് പാസ്സായി പോയാൽ മതി, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ളൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ പുസ്തകം, നിങ്ങൾക്കുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ബാധ്യതയാണ്. അത് നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിൽ അണിച്ചിട്ട് അവർക്കാർക്കും ഓശാരത്തിനൊന്നല്ലല്ലോ, അവർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് സാലറി കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പഠിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ യൂട്യൂബിൽ പഠിപ്പിക്കുന്ന കാര്യം അവർ ചിലപ്പോൾ മേ ബി ദേ ആർ നോട്ട് കമ്മിറ്റഡ് ടു ദാറ്റ്. അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവർ ആ ബോർഡ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അവർ നന്നായി, ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സിനേക്കാൾ നന്നായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളിത് കാണുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാമിനും മറ്റൊക്കെ മാറ്റി ചോദിച്ചു. മേ ബി അതൊരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങൾക്കുള്ള കൺസേൺ ആണ്. പക്ഷെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മാർക്കൊന്നും പോവില്ല, ഗവൺമെന്റ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഐ ആം 100% ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ ലാസ്റ്റ് വന്നൊരു കമന്റ്, മെച്യൂരിറ്റി ഈസ് വെൻ യു റിയലൈസ് അജ്മൽ സാർ ഈസ് റൈറ്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ മേ ബി ഒരു 1.5 കൊല്ലം എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോൾ മനസ്സിലാവുന്നതിന് മുമ്പ് ഇപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കി. 12th നിങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബുക്കൊക്കെ ഒന്ന് എടുത്ത് മറിച്ച് നോക്കി നിങ്ങൾ പഠിച്ചാൽ ദാറ്റ് ബി യൂസ്ഫുൾ ഫോർ യു ഫോർ എവർ. നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. മറ്റേത് ഈ മാർക്ക് കിട്ടിയിട്ട് മാർക്കിന് എന്തില്ല, ഒരു വിലയില്ല. എസ്പെഷ്യലി നിങ്ങൾ പുറത്ത് ഏത് യൂണിവേഴ്സിറ്റി പോയാലും ഒന്നും ഈ മാർക്ക് കൊണ്ട് 1200 മാർക്ക് വാങ്ങി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു എയിംസിൽ സീറ്റ് തരാൻ പോകുന്നില്ല, ഒരു JNUവിൽ സീറ്റ് തരാൻ പോകുന്നില്ല, ഒരു IITയിലോ NITയിലോ സീറ്റ് തരാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ എഫക്റ്റീവ്ലി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ചീത്ത വിളിക്കേണ്ടവർക്ക് ഇനിയും ചീത്തവിളി തുടരാം. പക്ഷെ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ മനസ്സിലാക്കും. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ എം റൈറ്റ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.